ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജി വെണ്ടയ്ക്ക ബജിയുമാണ്. ഈ മുട്ട ബജി നൂണുകാർക്കും വെണ്ടയ്ക്ക ബജി വെജുകാർക്കുമാണ്. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 കോഴിമുട്ട, ഇത് നാടൻ കോഴിയുടെ മുട്ടയാണ്, എടുത്തിട്ടുണ്ട്. 7 വെണ്ടയ്ക്കായും എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഈ ബജി ഉണ്ടാക്കാൻ ആവശ്യമായ ബാറ്ററിന് വേണ്ട മാവാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. 3-2-1 എന്നുള്ള കണക്കാണ്. അതായത് 3 സ്പൂൺ കടലമാവ്, 2 സ്പൂൺ അരിമാവ്, 1 സ്പൂൺ മൈദാമാവ്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഞാൻ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കേട്ടോ, എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണിത്. അത് ഞാൻ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ട കുക്കറിൻ്റെ അകത്ത് അടപ്പയിൽ വെച്ച് പുഴുങ്ങാൻ പോകുന്നു. അതേപോലെ ഈ വെണ്ടയ്ക്ക നമുക്ക് ഒന്ന് ആവിയിലൊന്ന് ഒതുക്കിയതിന് ശേഷമേ ഇത് നമുക്ക് ബജിയാക്കാൻ പറ്റൂ. ഇല്ലേ അതിനകത്തുള്ള ആ പച്ചക്കുരു പോലെ ഇരിക്കും നമ്മൾ എത്ര ചെയ്താലും. അപ്പോൾ ഇത് രണ്ടും ഞാൻ അടപ്പത്തോട്ട് വയ്ക്കാൻ പോവുകയാണ്. മുട്ട ഞാൻ കുക്കറിൽ വെച്ചു, തീ കൊടുത്തു. കുക്കർ ഞാൻ അടയ്ക്കുകയാണ്. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക ഞാൻ ആവി കൊള്ളാനായിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. അതും ഒരാവി വന്നതിന് ശേഷം നമുക്ക് എടുക്കാം. അത് ഞാൻ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ആവി വന്നിട്ടുണ്ട്. ഇത്രയും ആവി വന്നാൽ മതി. അതിനെ ഞാൻ തീ അണയ്ക്കാൻ പോവുകയാണ്. അത് ഇറക്കി മാറ്റി വയ്ക്കുന്നു. വെണ്ടയ്ക്ക നമ്മൾ പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാറ്റർ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ഇനി അത് നമുക്ക് ചെയ്യാം. ഇതിങ്ങോട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയിട്ട് ആദ്യമായിട്ട് ശകല ഉപ്പ് ഞാൻ വെള്ളത്തിൽ അലിയിച്ചത് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മളിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ അളവ്. കണ്ടല്ലോ, ഇത്രയും നീളത്തിൽ മതി. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ വെണ്ടയ്ക്ക ബജി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ വെണ്ടയ്ക്ക നമ്മൾ ആവിയിൽ വെക്കുന്നതിന് മുമ്പേ അതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് കീറി കണ്ടോ, എല്ലാം അങ്ങനെ ഞാൻ ചെയ്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മാവ് കയറണം. അതുമല്ല, എണ്ണ അകത്ത് കയറി നല്ല ഗ്രിപ്പായിട്ട് കിട്ടണം. ഇത് നോൺ വെജുകാർക്കല്ല, ഇത് വെജുകാർക്കാണ്. നോൺ വെജുകാർക്ക് നമ്മൾ മുട്ട ബജി കൊടുക്കുമ്പോൾ വെജുകാർ വിഷമിക്കരുത്. അപ്പോൾ ഇത് വെജുകാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെജുകാരും നോൺ വെജുകാരും ഉണ്ട് എങ്കിൽ ഇതേപോലെ 2 സൈസ് ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്ന് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ മുട്ട ബജിയിലോട്ട് കയറും. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം കൊടുക്കാം. അങ്ങനെ ഫ്ലെയിം ഓണാക്കി ചീനച്ചട്ടി ഞാൻ അടപ്പത്ത് വെച്ച്, ചട്ടി ഒന്ന് ചൂടാകട്ടെ. ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളയ്ക്കട്ടെ. എണ്ണ നല്ലതുപോലെ തിളച്ചു. ഞാൻ മുട്ട ബജി ചെയ്യുവാണ്. ഒരെണ്ണോടെ ഇതിൽ ഡിപ്പ് ചെയ്ത് കാണിക്കാം. 3 എണ്ണം വീതം നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് 3 എണ്ണമാണ് ഞാനിട്ടത്. അത് കോരുവാണ്. അടുത്തത് കൊടുക്കാം. ആദ്യത്തെ 3 എണ്ണം കഴിഞ്ഞപ്പോഴും സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക്
കുറച്ചുകൂടി കൊടുക്കാമെന്ന്. ആദ്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എത്ര എണ്ണം അതിൽ കിടക്കുമെന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ എണ്ണം നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര ഇട്ടാൽ മതി. ഇപ്പം ഞാൻ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് അവസാനം കൊടുക്കാം. സെക്കൻഡ് ട്രിപ്പും പാകമായിട്ടുണ്ട്. അത് നമ്മൾ കോരാൻ പോവുകയാണ്. കോരി ഇടുവാണേ. യെസ്. അടുത്ത 2 എണ്ണം കൊണ്ട് അവരെയും കൂടെ നമ്മൾ ഇരുമ്പേട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് ഇട്ട മുട്ട ബജിയും കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനെയും ഞാനങ്ങ് കോരുവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് വെണ്ട. നമ്മളിതാ ഇത് കണ്ടല്ലോ, അതിൻ്റെ അകത്ത് മാവും എരിവും കയറാൻ വേണ്ടിയാണ്. ഇതാ കീറി വെച്ച വെണ്ടയ്ക്കായാണ് ഇതാ കണ്ട, അതിനെ നമ്മൾ കൊടുക്കുവാണ്. ഞാൻ ബജി കോരിയപ്പോഴാണ് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വീണ്ടും ഞാനത് ഫുള്ളിലാക്കി. 2-3 എണ്ണം നമുക്ക് ഇട്ട് നോക്കാമേ. ആദ്യം 3 എണ്ണം ഇട്ട് നോക്കാം. സ്ഥല സൗകര്യം നോക്കിയിട്ട് പിന്നീട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. കുഞ്ഞുങ്ങൾ പള്ളിക്കുടിയിൽ വരുമ്പോൾ അവർക്കൊരു ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ. നമ്മൾ മേടിക്കാൻ പോകുമ്പോഴല്ലയോ. ശരി, അതിന് വേണം. അപ്പോൾ വെണ്ടയ്ക്ക ബജി ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. അത് കോരുവാണ്. അതും നമ്മൾ ഇതിലോട്ട് തന്നെ ഒരു സൈഡിലോട്ട് കോരി മാറ്റിയാണ്. കണ്ടല്ലോ. അടുത്ത കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. അപ്പോൾ നമ്മൾ ഇത് ഇടുമ്പം കൈ സൂക്ഷിച്ചോണം. തിളച്ചെണ്ണയാണ്, കൈ പൊള്ളാതെ നോക്കിക്കോണം. അടുത്ത ഒരെണ്ണവും കൂടെ ഉണ്ട്. എല്ലാവരെയും കൂടെ കൊടുത്തു. ഇനി അവരവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് വെണ്ടയ്ക്കയും ശരിയായിട്ടുണ്ട്. വെണ്ടയ്ക്ക ബജി ശരിയായി. അത് ഞാൻ വാങ്ങി വെക്കുവാണ്. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പ്ലേറ്റിലെടുത്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബജികൾ രണ്ടും ശരിയായിട്ടുണ്ട്. മുട്ട ബജി, അതുപോലെ തന്നെ എന്താണ് വെണ്ടയ്ക്ക ബജി, ഇത് രണ്ടും ശരിയായി. ഇനി അതിൻ്റെ കൂടെ ഞാൻ റെഡ് ചില്ലി സോസാണ്. അപ്പോൾ മക്കൾക്ക് ഇതേപോലെ നിങ്ങൾ വല്ലപ്പോഴും ചെയ്തു കൊടുക്കുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുവോളും. ബൈ മക്കളെ, ബൈ.